ഹലോ ഗായ്സ്, നിങ്ങൾ പാലക്കാട് പെരിങ്ങോട്ടുശ്ശേരി കളമെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് വൈകിട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇന്നത്തെ യാത്ര നമ്മൾ പാലക്കാട് പെരിങ്ങോട്ടുശ്ശേരി കളം കാണാൻ വേണ്ടിയിട്ടാണ്. പോകുന്ന വഴികൾ തന്നെ പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിരമണീയമായിട്ടുള്ള സ്ഥലമാണ്. പെരിങ്ങോട്ടുശ്ശേരി കളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് തരത്തിലുള്ള കൃഷികളുണ്ട് കേട്ടോ. വെണ്ടത്തൈകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ മാവുകൾ, വാഴ, തെങ്ങുകൾ, പിന്നെ നെൽവയലുകൾ, ഒരുപാട് നാട്ടിൻപുറം, പക്ക നാട്ടിൻപുറം. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ട്. എന്ന് വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഭയങ്കര എന്താ പറയുക, തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ഈ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ ഭയങ്കര രസമായിരുന്നു. മൊത്തത്തിൽ ഇത് കണ്ടിട്ടൊരു ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ തന്നെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും അട്രാക്ഷനായിരുന്നു ഈ സ്ഥലം. ഇതാ കണ്ടില്ലേ, മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം. എന്ത് രസമല്ലേ കാണാൻ. ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ പാടത്തിൻ്റെ അരികത്ത് കൂടെയൊക്കെ നടന്ന് ഭയങ്കര ഒരു ഫീൽ തന്നെ ആയിരുന്നു മനസ്സിൽ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ ഒരു തവണയെങ്കിലും അവിടെ പോയി നോക്കണം, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. കണ്ടില്ലേ, എന്ത് നാച്ചുറലായിട്ടുള്ള സ്ഥലമാണല്ലേ. അഡീഷണലായിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല ഇതിൽ. പക്ക പ്രകൃതിയത എന്ന് വേണം ഇതിനെ പറയാൻ. നിങ്ങൾ തന്നെ നോക്കി നോക്കിയോ, എന്ത് രസമല്ലേ കാണാൻ. അതുപോലെ തന്നെ നെൽവയലുകൾ, എൻ്റെ പൊന്നോ, അത് പറയാൻ പറ്റില്ല. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ ഓരോ മരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഒരുപാട് നേരം വേഗമുണ്ടാവുമെന്ന് വെച്ചിട്ട് പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ വണ്ടി നിർത്തി വേഗം ചാടി ഇറങ്ങി. ഞാൻ അതിൽ കുറേ കാലൊക്കെ കഴുകി കിടന്ന് കുളിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഡീഷണൽ ഡ്രസ്സ് എടുക്കാത്ത കാരണം കൊണ്ടും തോർത്തെടുക്കാത്ത കാരണം കൊണ്ട് അത് നടന്നില്ല. എന്നാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണത്. ഇനി ഒരു തവണ കൂടെ അവിടെ പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. എന്തായാലും ഏറെ വൈകാണ്ട്